ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ മന്ത് പകുതിയായിട്ടുള്ള കഴിഞ്ഞ മാസത്തെ അതിനേക്കാളൊക്കെ നല്ല ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് പ്രൈസ് പുതിയൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് കാണിച്ചു തന്നു പ്രൈസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബുള്ളിഷിലേക്ക് മൂവ് ചെയ്ത് ഏകദേശം $150 പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്നല്ല പറയുന്നത്, ഈ ഒരു പൊസിഷൻ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒരു 650 വരെയൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞാൽ പ്രൈസ് ഏകദേശം 650 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ പ്രൈസ് വന്ന് ഇപ്പോൾ നിൽക്കണേ നമുക്ക് മന്തിൽ വേറെ ഒന്നും നമുക്കിതിൽ പറയാനില്ല. ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തേക്കണേ. വീക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തേക്കണേ. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് പ്രൈസ് നല്ല ബുള്ളിഷാണ് അല്ലേ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡ് അതായത് ഡേയുടെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണമെങ്കിലാണ് പ്രൈസ് പിന്നെ നല്ല ബുള്ളിഷിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് $150 മൂവ് ചെയ്യുന്നു പറഞ്ഞാൽ $150 കൂടുതൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എൻട്രി എടുത്ത് ഹോൾഡ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല പ്രോഫിറ്റിലാണ്. അപ്പോൾ ഒരു 650 പറഞ്ഞു, ഞാൻ എപ്പോഴും 650 പറയുമ്പോൾ അതിനൊരു $10-20 താഴെയെന്ന് പറഞ്ഞു. പക്ഷേ 650 ബ്രേക്ക് ചെയ്ത് പോയല്ലോ എന്ന് പോലെ ആൾക്കാരും പറഞ്ഞു. ഡോണ്ട് വറി, നിങ്ങൾക്ക് $150 ടാർഗറ്റ് കിട്ടിയ സമയത്ത് നിങ്ങളൊരു $20 വേണ്ടി പറയുന്ന ആൾക്കാർ അത് നിങ്ങളുടെ ഇമോഷണലാണ്. അപ്പോൾ നിങ്ങളുടെ ട്രേഡിൽ നോക്കിക്കോ, നിങ്ങൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 1-2 ട്രേഡിലൊക്കെ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. ബാക്കിയുള്ള ട്രേഡിലൊക്കെ ഒരുപാട് ലോസാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇമോഷണലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഓരോ ട്രേഡും കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്യുക, അത് കറക്റ്റായിട്ട് ടാർഗറ്റ് അടിക്കണം. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് പ്രൈസ് ഒരുപാട് മൂവ് ചെയ്താലും കുഴപ്പമില്ല, കറക്റ്റാണ്. പക്ഷേ നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തോ നമ്മുടെ ജസ്റ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്ത് ഇറങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വീണ്ടും താഴേക്ക് വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. കഴിഞ്ഞ 5 ദിവസം എന്താ നടന്നത്? മൺഡേ നല്ല രീതിയിൽ പ്രൈസ് ബുള്ളിഷായി. പക്ഷേ ട്യൂസ്ഡേ വന്നിട്ട് പ്രൈസ് എന്തുകൊണ്ട് ഇങ്ങനെ നിന്നു? ട്യൂസ്ഡേ വന്ന ക്യാൻഡിൽ ഏതാണ്? നമ്മളെല്ലാവരും കണ്ടൊരു ക്യാൻഡിലാണ്. ട്യൂസ്ഡേയിൽ ഇങ്ങനെ പ്രൈസ് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഉറപ്പാകുന്ന ട്യൂസ്ഡേ ഒരു IFC ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോറി. അപ്പോൾ IFC ക്യാൻഡിൽ ഫോം ചെയ്തു. പക്ഷേ ഇത് ഫേക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഡേ ഇതിൻ്റെ ഹൈ പ്രൊട്ടക്റ്റഡും ലോ ബ്രേക്കിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഫേക്ക് IFC ക്യാൻഡിലല്ല. ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇനി എടുക്കാം. നമുക്ക് ഫസ്റ്റ് കറക്റ്റായിട്ട് പ്രൈസ് ഇവിടെ വന്നു. പക്ഷേ ഞാൻ അവിടെ ഒരു POE മാർക്ക് ചെയ്ത് വെച്ച് ആ പൊസിഷനിൽ പ്രൈസ് വരാതെയാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി. പിന്നെ അതൊരു വിക്കോബിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഗോൾഡ് അങ്ങനെ വിക്കോബിലൊന്നും വന്ന് കറക്റ്റായിട്ടൊന്ന് റിയാക്ട് ചെയ്ത് പോകുന്ന ഒരു ബിഹേവിയർ അല്ല ഗോൾഡിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ പ്രൈസ് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഇറങ്ങി നമുക്ക് 1-2 നല്ല ട്രേഡ്സുകൾ കിട്ടി. 50 മിനിറ്റിൻ്റെ ബിയറിഷ് ഷോബിയൊക്കെ പ്രൈസ് റിയാക്ട് ചെയ്തു. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ആ ട്രേഡ് എടുക്കാനെന്ന് വെച്ചാൽ. പക്ഷേ ആ ഒരു പൊസിഷനിൽ വന്നാൽ ചിലപ്പോൾ പ്രൈസ് 2 ദിവസം ബിയറിഷിലേക്ക് വരാം. പക്ഷേ പ്രൈസ് ടെക്നിക്കലി നല്ല ബുള്ളിഷാണ്. ടെക്നിക്കലി നമുക്കൊരു ബിയറിഷിലേക്ക് വരാനുള്ള റീസൺ ഈ ഒരു കാര്യമാണ്. പക്ഷേ ഫണ്ടമെൻ്റൽ പരമായിട്ട് പ്രൈസ് നല്ല ബുള്ളിഷാണ്. പക്ഷേ ഇതൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത ഒരു IFC ക്യാൻഡിലാണ്. ഒരു മേജർ ഹൈ മേജർ ലോ ഒക്കെ പോയാണ് ഹിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു IFC ക്യാൻഡിൽ വരണമെങ്കിൽ നല്ല റിയാക്ഷൻ വരും. അതായത് അതിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ വരുന്നത്. ആ സമയത്ത് നല്ല റിയാക്ഷൻ. അപ്പോൾ 2 ദിവസമായിട്ട് പ്രൈസ് ഒരു $100 ഇറങ്ങിപ്പോൾ. പക്ഷേ ഈ സംഭവം നമുക്ക് ഇവിടെ കിട്ടില്ല. ഇവിടെ മാക്സിമം എന്തിട്ട് ഒന്നെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു IFC ക്യാൻഡിലില്ല, അതിൻ്റെ ഹൈ വരെ ചിലപ്പോൾ ഒന്ന് ടച്ച് ചെയ്യാൻ തൊട്ടടുത്ത് വരെയൊക്കെ വന്നിട്ട് പ്രൈസ് മൂവ് ചെയ്യുക. പക്ഷേ നമുക്കിപ്പോൾ നോക്കാം പ്രൈസ് ഇപ്പോൾ അതിന് ശേഷം ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് നെക്സ്റ്റിൻ്റെ ലോയും ബ്രേക്ക് ചെയ്ത് ഹൈ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ബാക്കി 2 ദിവസം പ്രൈസ് ഇവിടെ തന്നെ നിന്നത്. പ്രൈസ് വേറൊരു എടുത്തായിട്ട് മൂവ് ചെയ്തില്ല. ആകെ പ്രൈസ് എടുത്ത് നോക്കിയേ ലിക്വിഡിറ്റി എടുത്തിരിക്കുന്ന ബൈയേഴ്സിൻ്റെ ലിക്വിഡിറ്റിയാണ് പ്രൈസ് എടുത്തത്. അപ്പോൾ പ്രൈസിന് ഒരു സെല്ലേഴ്സിൻ്റെ ലിക്വിഡിറ്റി എടുക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. ഈ ഒരു ക്യാൻഡിലാണ് അത് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് ഇനി അത് സംഭവിക്കും. നമുക്ക് 4 ഹവറിൽ നമുക്ക് കാര്യമായിട്ടൊന്നും നോക്കാനില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഹവറിൽ പുതിയ ഒരു ഐഡിയമോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ഈ ഹൈയുടെ ഇൻറ്റേർണലൊക്കെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, നമുക്കൊരു 1 ഹവറിൻ്റെ ഇൻറ്റേർണലാണ് ഇത് മെയിനായിട്ട് വരച്ചിരിക്കുന്നത്. നമുക്ക് 1 ഹവറിൻ്റെ സ്ട്രക്ചറിലേക്ക് വരാം. 1 ഹവറിൻ്റെ സ്ട്രക്ചറിൽ പ്രൈസ് ചേഞ്ച് ഓഫ് കെയർട്ട് തന്നു. നമ്മുടെ ഡേയിൽ IFC ക്യാൻഡിൽ തന്നു. അതൊക്കെ നല്ലൊരു എന്തെന്നാണ് സിഗ്നലാണ് പ്രൈസ് താഴേക്ക് വരാനുള്ള സാധ്യത. പ്രൈസ് നേരെ വന്ന് നമ്മുടെ ഈ OBയിൽ ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്യാതെ പ്രൈസ് ഇവിടെ നേരെ കയറിപ്പോയി മേജർ ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു സെല്ലെടുക്കാമെന്ന് പറഞ്ഞു. സെല്ലെടുക്കാൻ വേണ്ടി ഇരുന്ന സമയത്താണ് പ്രൈസ് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ ഒരു OBയിൽ വന്ന്. പല ആൾക്കാരും അതേ സ്റ്റുഡൻസ് ചോദിച്ചൊരു കാര്യമാണ്, ഈ ലോ എന്തുകൊണ്ട് വീണ്ടും എടുത്തു? ഇത് ടച്ച് ചെയ്തിട്ടില്ല, മിറ്റിഗേഷൻ നടത്തിയിട്ടില്ല. പ്രൈസ് നല്ല ബുള്ളിഷാണ്. ടെക്നിക്കൽ പരമായിട്ട് ഫണ്ടമെൻ്റൽ പരമായിട്ട് പ്രൈസ് ബുള്ളിഷാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓർഡേഴ്സ് ഇവിടെ വന്ന് പ്ലേസ് ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂഷൻ നേരെ കയറി. ഇപ്പോൾ നമുക്ക് ഇവിടം വരെ വരുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആ സമയത്താണ് 50 മിനിറ്റിൻ്റെ ഒരു OB റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി 50 മിനിറ്റിൻ്റെ OBയിൽ നിന്ന് നമുക്ക് സെല്ലൊക്കെ നമുക്ക് കിട്ടിയതാണ്. ബിയറിഷ് OBയിൽ 1-2 പൊസിഷൻസൊക്കെ നമുക്ക് കിട്ടിയതാണ്. അതായത് പ്രൈസ് ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു 50 മിനിറ്റ് OB റിയാക്ട് ചെയ്തു. ആ സമയത്ത് തന്നെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. അത് ഒരു ബുള്ളിഷ് OBയിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് 50 മിനിറ്റ് OB റിയാക്ട് ചെയ്ത് നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. പ്രൈസ് നേരെ ഇവിടെ നിന്ന് കയറി തിരിച്ചൊരു ചേഞ്ച് ഓഫ് കെയർട്ട് തന്നു. വീണ്ടും പ്രൈസ് ഈ ഒരു
ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഇവിടെ ആദ്യം വന്ന് ലിക്വിഡിറ്റി എടുത്തു പോയി, വീണ്ടും പ്രൈസ് താഴേക്ക് ഇറങ്ങി, വീണ്ടും 50 മിനിറ്റിൻ്റെ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നാലും 50 മിനിറ്റിൻ്റെ OB എന്നാണ് പ്രൈസ് റിയാക്ട് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്തില്ല, ഒരു പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നില്ല. ഏകദേശം ആ മേജർ ലോയുടെ അടുത്ത് വരെ പ്രൈസ് പോയിട്ട് വീണ്ടും പ്രൈസ് തിരിച്ച് കയറി വന്നു, ബുള്ളിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. ഇങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ബിയറിഷിലേക്ക് പോകാനുള്ളൊരു സിഗ്നൽ തന്നിട്ടുണ്ട്. ആ സമയത്ത് ബിയറിഷിൻ്റെ ഒരു POI റിയാക്ട് ചെയ്ത് ഫെയിലായെങ്കിൽ നെക്സ്റ്റ് ബിയറിഷിൻ്റെ ഒരു POI വന്നു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ നമ്മുടെ ഈ 1 അവറിൻ്റെ ഇവിടെ ആദ്യം ഞാൻ ഈ 1 അവറിൽ നിങ്ങൾക്ക് സെല്ലെടുക്കാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ് ഇട്ടു, പക്ഷേ ഞാൻ പിന്നെ തിരുത്തി ഇവിടെ വന്നും പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പതിയായിരിക്കും ഇറങ്ങാനുള്ള, പക്ഷേ അതേപോലെ തന്നെ പ്രൈസ് ഇങ്ങനെ നിന്ന് പോയി, കാര്യമായിട്ട് ഇറങ്ങിയുമില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ലൊരു ബൈയൊക്കെ കിട്ടിയായിരുന്നു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ CPIയുടെ ന്യൂസിൻ്റെ സമയത്ത് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്താണ് പ്രൈസ് കയറിയത്. അപ്പോൾ പ്രൈസ് സെല്ലിലേക്ക് പോകണം. ഇവിടെ ഒരു POയിൽ വന്നു, പക്ഷേ ഞാൻ സെല്ലും എടുക്കാൻ ബൈ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിൽക്കുന്നത് ബൈയിലാണ് ഞാൻ നിൽക്കുന്നത്. സെല്ലെടുത്തിരിക്കുന്ന ആൾക്കാർ ഒരു ടാർഗറ്റൊക്കെ വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് ഒരു പ്രോബ്ലം ഇല്ല, ഞാൻ സെല്ലിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ സെല്ലേഴ്സിനും പ്രോഫിറ്റ് തന്നു, പക്ഷേ നമ്മൾ ആ ബയേഴ്സിൻ്റെ ലിക്വിഡിറ്റി എടുക്കാതെ പ്രൈസ് കയറിപ്പോയി നമ്മുടെ കറക്റ്റായിട്ടുള്ളൊരു ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തു. അവിടെ നമുക്ക് നെക്സ്റ്റ് വീണ്ടും ഒരു സെല്ല് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ സെല്ലിലേക്കാണെങ്കിലും ബൈയിലേക്കാണെങ്കിലും 2 പൊസിഷനിലേക്ക് പ്രൈസ് ഒന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഒരു കൺഫർമേഷൻ തന്നത് സ്റ്റോപ്പ് ലോസ് അടിച്ച് നെക്സ്റ്റ് കൺഫർമേഷൻ എന്നൊക്കെ ആയിരിക്കും കയറാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഇനി എങ്ങനെയായിരിക്കും പ്രൈസ് മൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ തന്നെയാണ്. ബൈ സൈഡ് വന്ന എല്ലാ സെറ്റപ്പും എടുക്കുക. എങ്ങനെ മൺഡേ വന്ന് ഇവിടെ കയറി ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയ ധൈര്യമായിട്ട് സെല്ലെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു ബൈ സൈഡ്, ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ 5 മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ ഉണ്ടാവും. 1 മിനിറ്റിലേക്ക് ഒന്ന് റിഫൈൻ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഏതെങ്കിലും OB ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ പ്രൈസ് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ നിന്നൊരു കൺഫർമേഷൻ എടുക്കുക. അല്ല നിങ്ങൾക്ക് വീണ്ടും ഏതെങ്കിലും നമ്മുടെ ഒരു POയിൽ പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് നമ്മുടെ ഒരു ഡിസിഷൻ OB ആണ്, ഇവിടെ 1 അവറിൻ്റെ ഓർഡർ ഫ്ലോ ഉണ്ട്, ധൈര്യമായിട്ട് ഈ ഓർഡർ ഫ്ലോ എന്ന് എടുത്ത് ഇതൊരു ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോയും കൂടിയാണ്, ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ 1 അവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ അതിന് മുമ്പ് ഒരു ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും റിയാക്ട് ചെയ്യുക, ഒരു മേജർ ഹൈ ഒക്കെ വരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഈവനൊക്കെ വെച്ച് ടാർഗറ്റ് ഹോൾഡ് ചെയ്യുക. ചിലപ്പോൾ പ്രൈസ് ഇനിയും ഈ ആഴ്ച കയറിപ്പോവുക, അല്ലെങ്കിൽ ഈ ഒരാഴ്ച വീണ്ടും ആ ഒരു പൊസിഷനിൽ നിൽക്കുക. പക്ഷേ ഞാൻ എടുത്തു പറയുന്നത് പ്രൈസ് ബുള്ളിഷാണ്. ബൈ സൈഡ് കിട്ടുന്ന എൻട്രികളൊന്നും വിടരുത്. സെൽ സൈഡ് നിങ്ങൾ നോക്കുക. സെൽ സൈഡ് POകൾ റിയാക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നെക്സ്റ്റ് POയിൽ നിന്നൊക്കെ എൻട്രി എടുക്കുക. അപ്പോൾ ഒരുപാട് ടിപ്സുകൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെൻറ്റേഴ്സ് ഇതേപോലെ വീക്കിലി അനാലിസിസൊക്കെ ഫോർകാസ്റ്റ് ചെയ്യുമെങ്കിലും അവർ ടിപ്സ് ഒന്നും പറയാല്ല, ഇന്ന എൻട്രി എന്ന് പറയാം. അത് പല ആൾക്കാർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ താല്പര്യമൊന്നും തന്നെ ഒരു സിഗ്നലാണ്. അവർ ജസ്റ്റ് ഒരു സിഗ്നൽ പറയും, ചില അപ്പോൾ അത് കിട്ടുമായിരിക്കും ഇല്ലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ടിപ്സും കാര്യങ്ങളും ശക്തമായിട്ടുള്ള അനാലിസിസും കിട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന ടിപ്സുകളൊക്കെ എന്ത് ചെയ്യുക, ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പോലും കിട്ടുന്ന ടിപ്സുകളൊക്കെ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ട് നമ്മുടെ ശക്തമായിട്ടുള്ളൊരു OBയിലൊക്കെ ബിയറിഷ് നിന്നെങ്കിൽ അത് ഫെയിലായിട്ട് വീണ്ടും അതേ പൊസിഷനിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ബ്രിട്ടീഷ് പൗണ്ട് ഓൾറെഡി ഫണ്ടമെൻ്റൽ പരമായിട്ട് പ്രൈസ് ബുള്ളിഷാണ്, പക്ഷേ ടെക്നിക്കൽ പരമായിട്ട് പ്രൈസ് അത്ര ബുള്ളിഷൊന്നുമല്ല. ബിയറിഷിലേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമുക്ക് മന്ത് നോക്കുമ്പോൾ ഇതിനതൊന്നും പറയാനില്ല. മന്ത് ഒരു ബുള്ളിഷിലാണ് നിൽക്കുന്ന, വീക്ക് ഒരു ബുള്ളിഷിലാണ്. ഇവിടെയും വേറെ ഒന്നും ഇല്ല. ഈ ലിക്വിഡിറ്റി എടുത്ത് റിയാക്ട് ചെയ്ത് വീണ്ടും പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹൈ വീണ്ടും എടുക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വന്നു കഴിയുമ്പോൾ ഡേയുടെ ഈ പുയോന്ന് പ്രൈസൊക്കെ റിയാക്ട് ചെയ്ത് വീണ്ടും ഇതിൻ്റെ ഹൈ എടുത്തു, വീണ്ടും പ്രൈസ് ആ ഒരു പൊസിഷൻ റിയാക്ട് ചെയ്ത് വീണ്ടും തിരിച്ച് കയറി വരുന്നത്. നമുക്ക് നേരെ 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അവറിൽ പ്രൈസ് ഒരു ബുള്ളിഷിലേക്കാണ് പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ ഒരു ലിക്വിഡിറ്റിയൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തെങ്കിലും വീണ്ടും പ്രൈസ് അതേ ലിക്വിഡിറ്റി ഒരു റേഞ്ചിലാണെന്ന് തന്നെ പറയാം അല്ലേ. ആ ഒരു ഹൈയിൽ വന്നതിന് ശേഷം പ്രൈസ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കുറച്ച് നാളായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചില എൻട്രികൾ കിട്ടിയായിരുന്നു. ഞാൻ ഇവിടെ നിന്നൊക്കെ ഒരു സെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ലിക്വിഡിറ്റിയൊക്കെ എടുത്ത് പ്രൈസ് ഈ ഒരു പൊസിഷനിൽ വന്ന സമയത്ത് ഞാനിവിടെ നിന്നൊരു സെല്ല് എടുത്തിട്ടുണ്ട്. ആ സെല്ല് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ തൊട്ട് മുമ്പാണ് പ്രൈസ് തിരിച്ച് കയറിപ്പോയത്. എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യില്ല, എന്താ 5 വിപ്പിലായിട്ട് നിന്നുപോയി. ഞാനതാണെങ്കിൽ ശ്രദ്ധിച്ചില്ല. ആ അക്കൗണ്ടിൽ പിന്നെ ആ ദിവസങ്ങളിൽ പിന്നെ ആ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചില്ല. പക്ഷേ ബ്രേക്ക് ഇവനിൽ എൻട്രി ഇപ്പോഴും ലൈവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോഴും 2 സൈഡിലേക്ക് നിങ്ങൾക്ക് സാധ്യത കിട്ടണമെങ്കിൽ 2 സൈഡിലേക്ക് എടുക്കുക. ബൈ സൈഡ് കുറച്ചും കൂടി കൂടുതൽ പിടിക്കുക. എന്ന് വെച്ചാൽ ഈ ഒരാഴ്ചയും ഗോൾഡിനും മറ്റുള്ള കറൻസികൾക്കൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസുകളായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് യൂറോ USD പറയണമെങ്കിലും
ഇതിലും നമുക്കൊന്നും പറയാനൊന്നുമില്ല. ഈ ഒരു മന്തിൻ്റെ ക്യാൻഡിൽ പ്രൈസ് ബുള്ളിഷാണെന്ന് മാത്രമേ ഉള്ളൂ. വീക്കെൻഡ് വെച്ചും വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ബുള്ളിഷിൽ തന്നെ ഈ റേഞ്ചിൽ പ്രൈസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബൈ സൈഡ് നോക്കുമ്പോൾ ബൈ സൈഡ് ലിക്വിഡിറ്റിയൊക്കെ പരമാവധി ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബൈ സൈഡും എടുക്കുക. അതേപോലെ സെൽ സൈഡും എടുക്കുക. ഒരു സൈഡ് മാത്രം പിടിക്കാതെ രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കുക. ഇവിടെ നമ്മൾ നോക്കണമെങ്കിൽ 4 ഹവറിൻ്റെ OB ജസ്റ്റ് ഇവിടെ എനിക്കൊന്ന് ഫെയിൽ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫെയിൽ ആയെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കൺഫർമേഷൻ കിട്ടാൻ എടുക്കാതിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേജർ ഹൈ ഏതാണ്? ഇതാണ്. അപ്പോൾ ഈ മേജർ ഹൈ ഈ കറൻസിയുടെ ഒക്കെ ഏറ്റവും ഉള്ള പ്രോബ്ലമാണ്. ഇങ്ങനെയുള്ള OB ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ മേളിൽ വീണ്ടും മേജർ ഹൈ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രൈസ് ഒന്ന് കയറി വന്നിട്ട് ഇറങ്ങാറുണ്ട്. പ്രത്യേകിച്ച് USD. എനിക്ക് ഏറ്റവും അരിശമുള്ള കാര്യമാണ് USDയുടെ ഈ ഒരു സ്വഭാവം. നമ്മളൊരു ലോങ് ടൈം ട്രേഡ് എടുക്കും, പ്രൈസ് തിരിച്ച് വീണ്ടും നമ്മളിവിടെ നിന്ന് ട്രേഡ് എടുക്കുമ്പോൾ തിരിച്ച് കയറും. ആ ലിക്വിഡിറ്റി എടുത്തിട്ട് വീണ്ടും നല്ല ഇറക്കം അങ്ങോട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ USDയുടെ എപ്പോഴുള്ളൊരു സ്വഭാവമാണ്. മിക്കപ്പോഴും അത് അങ്ങനെ ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നെക്സ്റ്റ് ഈ ട്രേഡ് എടുക്കുകയെന്ന് വെച്ചാൽ പ്രൈസ് ചേഞ്ച് ഓഫ് കെയർ തന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലും അവിടെ ഒരു OB ഉണ്ടായിരുന്നു, അത് ഫെയിലായി. അപ്പോൾ നമുക്ക് നിങ്ങൾക്കൊരു സെല്ല് കിട്ടണമെങ്കിലും ബൈ കിട്ടണമെങ്കിലും ധൈര്യമായിട്ട് എടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറൻസികൾക്കൊക്കെ ഓൾറെഡി ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അപ്പോൾ അതേപോലെ ഗോൾഡിനും പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബൈ സൈഡ് ഉള്ള POIകളെല്ലാം റിയാക്ട്. പ്രൈസ് എങ്ങാനും താഴേക്ക് ഗോൾഡൊക്കെ ഇറങ്ങി വന്നെയാണെന്നുണ്ടെങ്കിൽ പോലും ബൈ സൈഡ് റിയാക്ട് ചെയ്ത് ഒരു പ്രീവിയസ് ഹൈ ഒക്കെ പോയിരുന്നു നല്ലൊരു നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടി ബ്രേക്ക് ചെയ്യുമല്ലോ സെറ്റ് ചെയ്തതിന് ശേഷമേ അത് ഫെയിൽ ആകുള്ളൂ. അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. മറ്റുള്ള കറൻസികളെ പോലെയല്ല, നല്ല ശക്തമായിട്ട് മന്തിൻ്റെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ മന്തിലൊന്നും പറയാനില്ല. വീക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് വീക്കിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു ലോങ് ടൈം, ചിലപ്പോൾ ഒരു മാസങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ആഴ്ചകളോ നമുക്ക് ഹോൾഡ് ചെയ്യാമെന്നുള്ള നല്ലൊരു ട്രേഡ് നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നല്ലൊരു കൺഫർമേഷനിൽ ആ ട്രേഡ് എടുക്കാനായിട്ട് നോക്കുക. ഡേയിൽ ഓൾറെഡി പ്രൈസ് ബുള്ളിഷിലേക്ക് ചേഞ്ച് ഓഫ് കെയർ തന്നിട്ടുണ്ട്. ഡേയുടെ ഇനിയിപ്പോൾ വരുന്ന ഐഡിയും ഇതായിരിക്കും. ഈ ഐഡിയും എടുക്കണമെങ്കിൽ ബൈ നോക്കുക. അതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ 1 ഹവറും 4 ഹവറൊക്കെ ഇട്ട് നമുക്ക് 4 ഹവറിൽ എങ്ങനെയാണ് നിൽക്കണമെന്ന് നോക്കുക. 4 ഹവറിൽ പ്രൈസ് ഇതാണ്, ഏകദേശം സെയിം തന്നെയാണ്. 4 ഹവറിലും പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തൊന്നും വേറെ POI ഇല്ല. 1 ഹവറിൽ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ളൊരു OB ഉണ്ട്. ഈ OBയിൽ വന്ന് റിയാക്ട് ചെയ്തിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നത് ഒരുവിധം നല്ല രീതിയിൽ പോകും. ചിലപ്പോൾ ഒരു ദിവസമോ പ്രൈസ് ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ട് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ ഈ വിക്ക് OB ഉണ്ടല്ലോ, ഈ OBയിൽ അത് ഈ വിക്ക് OBയിൽ വന്നിട്ട് വീണ്ടും റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വൈ നോക്കുക. പിന്നെ ഈ ഒരു OB ഫെയിലായതാണ്, ഓൾറെഡി ഫെയിലായതല്ല, അതിൻ്റെ റിയാക്ഷൻ കഴിഞ്ഞത്, അതിൻ്റെ ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്തതാണ്. ഈ ഐഡിയം എടുത്ത് OBയിൽ വന്നു. അപ്പോൾ ഞാനിത് ഇങ്ങോട്ട് മാറ്റി വെക്കേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും ബൈ സൈഡ് തന്നെ പരമാവധി നോക്കുക. സെൽ സൈഡ് കിട്ടണമെങ്കിൽ പ്രീവിയസ് ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങും. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.